ആദ്യമായി നമ്മുടെ KCSL HU യൂണിറ്റ് തുടങ്ങിയത് 2005-ലാണെന്നാണ് എൻ്റെ റെക്കോർഡ് പ്രകാരം പറയുന്നത്. ആ തുടങ്ങാൻ സാഹചര്യമുണ്ടായ മുൻ പ്രസിഡന്റ് അങ്ങനെ സ്ഥാപക പ്രസിഡന്റ് ഭരതേട്ടൻ, അവരെ എനിക്ക് പ്രത്യേകം ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. അവർ ഇന്നലെ വരെ ICUലായിരുന്നു. ഇന്നലെയാണ് ഡിസ്ചാർജായി വീട്ടിൽ വന്നത്. ഞാൻ സംസാരിച്ചു. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയും, പക്ഷേങ്കിൽ ഇങ്ങോട്ട് വരുന്ന ആഗ്രഹമുണ്ടെങ്കിലും വരാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിന് എല്ലാ സ്നേഹാദരങ്ങളും നിങ്ങളെ അറിയിക്കുവാൻ അദ്ദേഹം ഏൽപ്പിച്ചത്. കൂടാതെ നമ്മുടെ KCSL വേണ്ടി തുടക്കം മുതലേ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാ ഗൈഡൻസും നൽകി നമ്മുടെ സ്റ്റേറ്റുകാരനല്ലാതെ ആന്ധ്രാപ്രദേശായ ഓണററി ക്യാപ്റ്റൻ CK റെഡ്ഡി സാബ് പ്രസിഡന്റ് ADC ആയിരുന്നു 2 പ്രാവശ്യം. നിങ്ങൾ മുന്നിൽ കാണുന്ന സ്റ്റാൻഡ് അദ്ദേഹം ഈ KCSL വേണ്ടി സംഭാവന ചെയ്തതാണ്. മാത്രമല്ല ഈ ലൈബ്രറി ഉദ്ഘാടനത്തിനും അദ്ദേഹം അതിനായിട്ട് അവിടെ ഇവിടെ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശംസകളും ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുവാൻ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിരുന്നു, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മുടെ പരിപാടിക്ക് സപ്പോർട്ടായി കണ്ണൂർ ആകാശവാണി പ്രോഗ്രാം കോർഡിനേറ്റർ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം എങ്ങനെയായാലും വരും, നിങ്ങളെ കാണുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് അർജന്റ് പയ്യന്നൂർ പ്രോഗ്രാമുകളുണ്ട്. അദ്ദേഹം അങ്ങോട്ട് പോയി അദ്ദേഹം എന്നെ വിളിച്ച് പ്രത്യേകം പറഞ്ഞിരുന്നു. കൂടാതെ അദ്ദേഹം ബഹുമാനപ്പെട്ട വിനോദ് നായർ സാറിനെ പരിചയപ്പെടണം, എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ചോദിച്ചു, ഞാൻ കൊടുക്കും. ചിലപ്പോൾ അദ്ദേഹം സാറിനെ വിളിക്കുമായിരിക്കും. അത് കൂടാതെ നമ്മുടെ KCSL HU യൂണിറ്റ് എന്താണ് പ്രവർത്തനം ചെയ്യുന്നതെന്ന് നമ്മളെ മെമ്പറെ കാട്ടി കൂടുതലായിട്ട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലുള്ള ബാക്കി വിമുക്തഭടന്മാർക്കും വിധവകൾക്കും അറിയാം. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ എന്ത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിലും എല്ലാ മാസത്തെ മീറ്റിങ്ങിലും ഞാനത് പറയാറുണ്ട്. നമ്മുടെ എല്ലാ മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് വളരെ വളരെ വലുതാണ്. അതുകൊണ്ടാണ് സാധിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം. കഴിഞ്ഞ ക്രൈം ബ്രാഞ്ച് കണ്ണൂർ ഒരു ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ ക്രൈം സെൽ നടത്തുന്ന അഴിമതിയെക്കുറിച്ച് എങ്ങനെ നിങ്ങൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്താൻ. ആ സമയത്ത് ഞങ്ങളവിടെ KCSL ഓഫീസിൽ അതിന് അറേഞ്ച്മെൻറ്റ് ചെയ്തു. പക്ഷേങ്കിൽ നല്ല ചൂടായിരുന്നു. ഡിസംബർ മാസം ആയിക്കൊണ്ടും എനിക്ക് ഒക്ടോബർ മാസത്തിൽ നല്ല ചൂടായിരുന്നു. അപ്പോൾ എല്ലാവരും അഭിപ്രായം നമുക്ക് AC ഫിറ്റ് ചെയ്യണം. അപ്പോൾ AC ഫിറ്റ് ചെയ്യണമെന്നപ്പോൾ ഒരു ആഗ്രഹമായിരുന്നു അത് എല്ലാവർക്കും. പക്ഷേ അതിൻ്റെ സാമ്പത്തികം നോക്കുമ്പം എങ്കിൽ കൂടെ വളരെ പെട്ടെന്ന് നമ്മളെ മെമ്പേഴ്സിൻ്റെ സഹകരണം കൂടുതൽ നമ്മുടെ മെമ്പേഴ്സ് തന്നെ അവരുടെ മനസ്സുകൊണ്ടും അവരുടെ സാമ്പത്തികമായും ആ AC ഫിറ്റ് ചെയ്യാനുള്ള പൈസ സമാഹരിക്കുകയുണ്ടായി. പലരും ഇന്നലെ കൂടെ രാത്രി എന്നെ വിളിച്ച് പറഞ്ഞു എൻ്റെ വക ഇത്ര പൈസ ഡൊനേഷൻ. പക്ഷെ അത് നല്ല കാര്യമായി എനിക്ക് തോന്നി. അങ്ങനെ നല്ല മനസ്സുള്ളതുകൊണ്ട് അത് ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ മീറ്റിങ്ങിൽ AC എൻ്റെ ഉദ്ഘാടനം നമ്മുടെ കണ്ണൂർ താലൂക്ക് സെക്രട്ടറി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ആ സന്തോഷ വാർത്തയോടെ ഞങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ ഇന്നിവിടെ കലാപരിപാടി അവതരിക്കാൻ തയ്യാറ് വന്ന എല്ലാ നമ്മുടെ മഹിളാ വിങ്ങിൻ്റെ പ്രവർത്തകർക്കും കുട്ടികൾക്കും എൻ്റെ എല്ലാ ആശംസകളും അവർക്ക് നേരുന്നു.
ഇതിപ്പം ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ ലക്ഷ്മി വിനോദ് നായർ സാറും മാഡം വരാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ എങ്കിൽ ചില കാരണം കൊണ്ട് മാഡത്തിന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് സാവ് വന്നു, വളരെ സന്തോഷം. നമ്മളുടെ മാത്രമല്ല, വിനോദ് നായനാർ സാറ് നമുക്ക് യേശുവിൻ്റെ യൂണിറ്റ് ഉദ്ഘാടനം തുടങ്ങിയ മുതൽ നമ്മുടെ കൂടെ ഉണ്ട്. ഏത് ഫംഗ്ഷൻ വിളിച്ചാലും അത്ര തിരക്കുണ്ടായിട്ടും അവരിവിടെ വരികയുണ്ടായി. എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം ഡിസ്ട്രിക്റ്റിൻ്റെ ഇന്നത്തെ അധികാരികൾക്ക് വേറെ പല കാര്യങ്ങളുള്ളത് കൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. താലൂക്ക് പ്രസിഡന്റിന് വരാണ് സെക്രട്ടറി വന്നത്. ആൻഡ് ഡിസ്ട്രിക്ട് പ്രസിഡന്റിന് വരാൻ പറ്റിയില്ല. പരിഹാരം ഒരു അർജൻറ്റായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം മുഖ്യ രക്ഷാധികാരിയായ ലഫ്റ്റനന്റ് ജനറൽ നാനാസാർ നമ്മുടെ കൂടെയുണ്ട്. അത് ഞാൻ അതീവ സന്തുഷ്ടമാണ്. പിന്നെ കൂടാതെ ലഫ്റ്റനന്റ് ജനറൽ കണ്ണൻ സാറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ ബിൽഡിംഗ് ഉദ്ഘാടനം അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇടുന്ന അന്ന് മുതൽ അവിടെ വന്ന സ്ഥലം കാണുകയും അന്ന് മുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്തതാണ്. ഈ വളരെയധികം വർഷം അവിടെ ഇരുന്ന ആളാണ്. അപ്പം പ്രത്യേകിച്ചും അദ്ദേഹത്തിന് എൻ്റെ ഒരു നന്ദി അറിയിക്കുന്നു. കൂടാതെ ശാന്തം ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ശാന്തം ടീച്ചറെ ആ ഒരു വാക്ചാതുര്യവും ആ ഒരു ആത്മാർത്ഥമായ പ്രസംഗവും നമ്മളെ മഹിളാവിങ്ങിന് എത്രമാത്രം ഉത്തേജനം നൽകിയിട്ടുണ്ടെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഓഫീസിൽ ഇപ്പം എങ്ങനെയാണ് നമ്മുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നത്. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് മാത്രമല്ല, മറ്റേ യൂണിയൻസും എല്ലാം ടുഗദറായിട്ട്, ഓർഗനൈസേഷൻസും എല്ലാം ടുഗദറായിട്ടാണ് നമ്മൾ പോകേണ്ടത്. സോ അതിന് നമ്മളൊരു കോർ കമ്മിറ്റി പോലെ ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ വത്സരാജാണ് കൺവീനർ. ആ ഇതിലും ഞാൻ എപ്പോൾ കാണുന്നുണ്ട് ദാറ്റ് നിങ്ങളെ ഏഷ്യൻ യൂണിറ്റും നല്ല ഒരു ഇൻവോൾവ് ആയിട്ട് പങ്കെടുക്കലുണ്ട്. ഇറ്റ് ഇസ് വെരി ഗുഡ്. അന്ന് നടന്ന ധർണക്കും ഒന്ന് രണ്ട് മീറ്റിംഗ്സിലെല്ലാം ഞാൻ അറ്റൻഡ് ചെയ്തത്. ഐ സോ നിങ്ങളെ യൂണിറ്റ് ഓൾസോ ഓൾവേസ് വെൽ അറ്റൻഡ്, വെൽ റെപ്രസെന്റഡ്, വെരി നൈസ്. ഇതൊരു ആവശ്യമുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് വി മസ്റ്റ് ഹാവ് ഒരു ഓർഗനൈസേഷൻ വേണം, ഒരു കോമൺ പ്ലാറ്റ്ഫോം വേണം, എല്ലാ എക്സ് സർവീസ്മെൻ ടുഗദർ ആയിട്ട്. അന്ന് നടന്ന ധർണ വാസ് വെരി ഗുഡ്, വാസ് വെൽ ഓർഗനൈസ്ഡ്, വെൽ കണ്ടക്റ്റഡ്. അത് ജസ്റ്റ് ബിക്കോസ് എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അതെല്ലാം ഒരു 5-6 ഇങ്ങോട്ട് 7 വേറെ ഹോസ്പിറ്റൽസ് ഉണ്ട് നമ്മളിപ്പോൾ നോക്കുന്നത്. ടു ഗെറ്റ് ദം ഇൻ പാനൽ ECHS ഉണ്ട്. ബട്ട് ECHS കാര്യം മാത്രമല്ല, ഓൾ അതർ എക്സ് സർവീസ്മെൻസ് ഇഷ്യൂസും we must take it forward in a ഒരു organized way ആയിട്ട്. And it is good that എല്ലാ ഓർഗനൈസേഷൻസും ചേർന്നിട്ട് ഇതാക്കുന്നത്. And I'm glad to see that നിങ്ങളുടെ ഓർഗനൈസേഷൻ always well represented. പിന്നെ a lot of activities നടക്കുന്നുണ്ട്. And I'm sure നിങ്ങളുടെ AGM കുറേയും കൂടി ആക്ടിവിറ്റീസ് ഉണ്ടാവും നിങ്ങൾ പ്ലാൻ ചെയ്തത്. ഒരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്താൽ ഇറ്റ് മസ്റ്റ് ബി യൂസ്ഫുൾ. ജസ്റ്റ് ഒരു ഓഫീസ് ക്രിയേറ്റ് ചെയ്ത്, ഒരു ഓഫീസ് ആക്ച്വലി ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് മാത്രമാണ്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ഇനഫ്. റീച്ച് ഔട്ട് ചെയ്യണം. ആൻഡ് റീച്ച് ഔട്ട് ചെയ്യാൻ നമ്മളെ ഇതിൽ കാര്യങ്ങൾ മാത്രമല്ല, ഒരു നമ്മുടെ നാട്ടിലെ കുറച്ച് ഒരു സോഷ്യലായിട്ട് ഒരു ഇൻവോൾവ്മെന്റ് വേണം. ആൻഡ് അതാണ് ഞാൻ എല്ലാ യൂണിറ്റോടും പറയുന്നത്, കുറച്ചൊരു സോഷ്യലായിട്ട് ഒരു ഇൻവോൾവ്മെന്റ് വേണം. It's very good to have ഈ പഞ്ചായത്തിന്റെ ആൾക്കാരും in as part of your നിങ്ങൾ ഓരോ മീറ്റിംഗ്സ് തന്നെ വിളിക്കുമ്പോൾ അവരെ ഒന്ന് വിളിക്കുന്നു. സോ ദാറ്റ് യു ക്യാൻ ബി ഏബിൾ ടു ഹെൽപ്പ് ദം. ഒരു സോഷ്യൽ റെലവൻസ് വേണം. നമ്മളെപ്പം പണ്ടത്തെ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോഴെന്താ ചെയ്യുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുക. സോ അതിന് യു മസ്റ്റ് ബി ഏബിൾ ടു സേ നിങ്ങൾ എന്താണ് സോഷ്യൽ ഇത് അത് കാണണം ആൾക്കാർ. ഇറ്റ്സ് നോട്ട് ഗുഡ് ഇനഫ് ഒരു 5 or 10 കാറ്റഗറീസ് ഡിവൈഡ് ചെയ്തിട്ട് അന്നേരം ഒരു ചെറിയൊരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് വരുമ്പം ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. ബിക്കോസ് എപ്പോഴും നമ്മളൊരു കംഫർട്ട് സോണിൽ നിന്നാൽ പിന്നെ ഒരു കംഫർട്ട് സോണിൽ നിൽക്കുമല്ലോ. ഒരു പ്രോഗ്രസ് വേണമെങ്കിൽ ഒരു കോമ്പറ്റീഷനോ ഉണ്ടെങ്കിൽ ഒരു ഇത് വേണം. സോ ദാറ്റ് ഈസ് വൈ ഐ ഫീൽ ദറ്റ് ചെറിയൊരു കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ ഐ എം ഷുവർ ഒരു കുറച്ചും കൂടി ഒരു ആക്റ്റീവ് ആവും എല്ലാ ഓർഗനൈസേഷൻസും. And I'm sure HUR unit first 5 എന്തായാലും വരും. Let us see.
44 യൂണിറ്റുകളുണ്ട്. 42 യൂണിറ്റുകൾക്ക് വന്ന് ഏകദേശം സ്വന്തമായ ബില്ലും എല്ലാം ഉണ്ട്. എങ്കിലും പ്രവർത്തനത്തെപ്പറ്റി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ എങ്കിലും ഒരു മാസത്തിൽ 2, 3, 4 പ്രാവശ്യം ഒരു അസംബ്ലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു എണ്ണപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ബന്ധപ്പെടുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്നത് ഏറ്റവും ഒരു യൂണിറ്റ് മാത്രമാണ്. അവർ അടിക്കുപടി ഓരോന്നായിട്ട് പുതിയ പരിപാടികൾ ആവിർഭാവം ചെയ്യുന്നു. അതാണ് നിങ്ങളുടെ വിജയം. നമ്മൾ പുതുതായിട്ട് ഏറ്റവും നമ്മുടെ ഈ സംഘടനയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ യൂണിറ്റി, നമ്മൾ തമ്മിലുള്ള ഐക്യത, നമ്മൾ തമ്മിലുള്ള ബന്ധം. ആ ബന്ധം സംഘടനാ നേതാക്കന്മാരും യൂണിറ്റിൻ്റെ ഭാരവാഹികളും മെമ്പറും തമ്മിലുള്ള ഒരു സൗദാരികമായ ഒരു സഹോദര ബന്ധങ്ങൾ കെട്ടിത്തീർക്കുന്നതും എന്നെന്നും ആവശ്യപ്പെട്ടാൽ നമ്മൾ ഒത്തുചേരും, നമുക്ക് ആവശ്യപ്പെടും എന്നുള്ള ഒരു ബോധം സംഘടനാ നേതാക്കന്മാർക്കും യൂണിറ്റ് ഭാരവാഹികൾക്കും മെമ്പർമാർക്കും ഉണ്ടായിരിക്കുന്നതാണ് ഒരു യൂണിറ്റിൻ്റെ ഐക്യത. നിർഭാഗ്യവശാൽ ഞാനൊരു കാര്യം പറയട്ടെ, അത് നമ്മുടെ സംഘടനയിൽ മാത്രമല്ല, പൊതുവെ എല്ലാ യൂണിറ്റുകളും എല്ലാ സംഘടനകളും എല്ലാ പാർട്ടികളും വികസിക്കുമ്പോൾ അതിൽ വൈറസ് കയറിപ്പെടും. അങ്ങനെ നമ്മുടെ സംഘടനയ്ക്ക് വൈറസുകൾ കയറിപ്പറ്റിയിട്ടുണ്ടെന്ന് ഇതിൽ നിങ്ങൾക്ക് അറിയപ്പെടുന്നവർക്ക് പറയാൻ പറ്റാം. അതിൽ നിന്നൊക്കെ നമ്മൾ മുക്തി നേടണമെങ്കിൽ യൂണിറ്റുകൾ ഒറ്റക്കെട്ടായി നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട. നമ്മൾ യൂണിറ്റിലുള്ള മെമ്പർമാർ ഒറ്റക്കെട്ടായി ഒരു അന്യോന്യം പരസ്പര സഹായത്തിനും ആവശ്യപ്പെടുമ്പോൾ ഒന്നായി ചേരാനും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഒന്നായി ചേരാനുള്ള ഒരു സന്മനസ്സുള്ള ഒരു കൂട്ടായ്മ കെട്ടിപ്പടുക്കാൻ കഴിയുന്നതാണ് ഒരു യൂണിറ്റിൻ്റെ നേതാവിൻ്റെ കഴിവ്. അതാണ് നിങ്ങൾ യൂണിറ്റിൽ നിങ്ങളോട് ചെയ്യുന്ന സംഭാവന. അതിനുവേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം. ദുർവ്യാഖ്യാനങ്ങളെ ശ്രദ്ധിക്കാതെ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളുടെ ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശം പ്രാപ്തിക്ക് വെക്കാൻ വേണ്ടി നമ്മുടെ ഉദ്ദേശം മറ്റൊന്നുമില്ല. നമുക്ക് നേടാനില്ല. നമുക്ക് കിട്ടാനുള്ളതൊക്കെ മിക്കവാറും നമ്മൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ECHS ആകട്ടെ അതൊക്കെ നമ്മൾ സമരം ചെയ്തുകൊണ്ട് നേടിയെടുക്കുന്നുണ്ട്.
അതിനുവേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും അതാത് സമയങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ആരും പറഞ്ഞിട്ടൊന്നുമല്ല. ഹെൽപ്പ് ഡെസ്ക്, ലൈബ്രറി, അങ്ങനെ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും കൃത്യമായ ആസൂത്രണ ബോധത്തോടു കൂടി നിർവഹിക്കാൻ പ്രാപ്തനായ ഒരു നേതാവാണ് മോഹനേട്ടൻ എന്ന് പറയുമ്പോഴേ അതിൽ നിങ്ങളോടൊപ്പം എനിക്കും അഭിമാനമുണ്ട്. എല്ലാവരുടെയും സഹായവും സഹകരണങ്ങളും ഓരോ യൂണിറ്റിൽ ആദ്യം പോയപ്പോൾ പറഞ്ഞതും ഇത് തന്നെയാണ്. വളരെ കുറച്ച് മഹിളാ മെമ്പർമാരെ വരാറുള്ളൂ എന്ന്. അവരെയൊക്കെ സമീപിക്കുകയും സ്നേഹ സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്തപ്പോൾ 4, 5, 10 പേര് വരുന്നത് ഇന്ന് 20, 25 പേരുമായി നിരന്തരം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു മഹിളാ പ്രവർത്തകർ. അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കുടുംബം എന്ന് പറയുമ്പോൾ കൂടുമ്പോൾ ഇമ്പം ഉള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുതന്നെയാണ് അത് നമ്മുടെ വീട്ടിലായാലും നമ്മുടെ സംഘടനയിലായാലും രാഷ്ട്രീയത്തിലായാലും എവിടെയായിരുന്നാലും കൂടുമ്പോഴാണ് നമ്മൾ പരസ്പരം ആൾക്കാരെ മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും ബന്ധങ്ങൾ പുതുക്കുവാനും ഒക്കെ സാധിക്കുന്നത്. ബാക്കിയുള്ള സംഘടനാ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എന്നെക്കാളും ഒരുപാട് പരിചയസമ്പന്നരായ ശാന്തമ്മ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്നിപ്പോൾ ഇത്രയും പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഏറ്റവും തലപ്പുറം കണ്ണൂർ താലൂക്കിൽ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച ഏറ്റവും സ്ട്രെങ്ത് ഉള്ള ഒരു യൂണിറ്റാണ് എൻ്റെ യൂണിറ്റ് പെരളശ്ശേരി. അവരെ എന്ത് പറഞ്ഞാലും ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഏറ്റവും പ്രായമുള്ളവർക്ക് എന്നും പരാതിയാണ്. എന്നെ തിരുവാതിരക്ക് കൂട്ടിയില്ല, എന്നെ ഒപ്പനയ്ക്ക് കൂട്ടിയില്ല, എന്നെ പാട്ട് പാടിച്ചില്ല. ഈ കഴിഞ്ഞ വർഷം വരെ പരാതികളായിരുന്നു. ആ പരാതികളെല്ലാം തീർത്തുകൊണ്ട് അതിഗംഭീരമായി ജനുവരി 15-ാം തീയതി ഞങ്ങളുടെ മീറ്റിംഗ് നടന്നു. എല്ലാവർക്കും ഓരോ ചാൻസ് കൊടുത്തുകൊണ്ട്, അതുപോലെ ഞങ്ങളുടെ മാതൃസംഘടനാ മെമ്പർമാർ 40 വർഷമായി ഞങ്ങൾ സംഘടന രൂപീകരിച്ചിട്ട് പെരളശ്ശേരി യൂണിറ്റ്. ഇതുവരെ ഇല്ലാത്ത ഒരു ആണുങ്ങളുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു വിമുക്തഭടന്മാർക്ക്. അതിഗംഭീരമായി അവരെ ആദ്യം തയ്യാറായിരുന്നില്ല. ഞാൻ അവരെയൊക്കെ വിളിച്ച് നിരന്തരം ശല്യം ചെയ്തുകൊണ്ട് അവരെയൊക്കെ പിടിച്ച് അവരെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവർക്കൊരു നല്ലൊരു ഡാൻസ് ഒക്കെ ഇട്ട് കൊടുത്ത് ഇപ്പം അവരെന്നോട് ചോദിച്ചു, ഒന്ന് ഏച്ചൂർ യൂണിറ്റിൽ ഒരു ഞങ്ങൾക്കൊരു അവസരം തരുമോ എന്ന്. ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപി തന്റെ തുമ്പിക്കെ ചേർക്കണം നെന്തി വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം. പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപി തന്റെ തുമ്പിക്കെ ചേർക്കണം നെന്തി വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം. വേദാന്ത പൊരുളിൻ ആധാരശിലയെ കാരുണ്യക്കടൽ കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ ദുഃഖങ്ങൾ കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ കളഭച്ചാത്തണിയാൻ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക്, പാലഭിഷേകം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്. പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കൈ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധി പോലെ തീർക്കണം മുൻപിൽ. പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ
മകരവിളക്കിൻ മഞ്ജുള നാളം മിഴി തെളിയാനായി കാണുന്ന പന്തളനാഥൻ വൻപുലിമേലെ വന്നെഴുന്നള്ളും മാമലയിൽ മകരവിളക്കിൻ മഞ്ജുള നാളം മിഴി തെളിയാനായി കാണുന്ന ഓദയാമയ പരാൽ പര ശരണജപങ്ങളോടെ നീക്കവേ ഓദയാമയ പരാൽ പര ശരണജപങ്ങളോടെ നീക്കവേ ഒരു നെയ്ത്തിരിക്കു പകരം എരിഞ്ഞു നരജന്മമെന്നൊരു പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കെ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിരിപോലെ തീർക്കണം മുമ്പിൽ സങ്കടമെല്ലാം ഇരുമുടിയാക്കി സന്നിധി തേടും പാപികളെ സംക്രമസന്ധ്യേ നിന്നുടെ ചിമിഴിൻ കുങ്കുമമൊഴിയും മയ്യപ്പൻ ഓ നിരാമയ നിരന്തര പ്രണവജപങ്ങളോടെ നീക്കവേ ഓ നിരാമയ നിരന്തര പ്രണവജപങ്ങളോടെ നീക്കവേ ഒരു നാളികേരമുടയുന്ന പോലെ ഉടയുന്നരന്റെ ഹൃദയം പമ്പാ ഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണമൻപിൽ തന്റെ തുമ്പിക്കെ ചേർക്കണം നെഞ്ചിൽ വിഘ്നങ്ങൾ വിധിപോലെ തീർക്കണം മുമ്പിൽ നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് നെയ്യഭിഷേകം സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് തിരുവാഭരണം സ്വാമിക്ക് ഹരിവരാസനം വിശ്വമോഹനം ഹരിതധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണകീർത്തനം ശക്തമാനസം ഭരണലോലുപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ പ്രണയസത്യകം പ്രാണനായകം പ്രണതകൽപകം സുപ്രഭാഞ്ചിതം പ്രണവമന്ദിരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ തുരഗവാഹനം സുന്ദരാനനം വരഗദായുധം ദേവവർണ്ണിതം ഗുരുകൃപാകരം കീർത്തനപ്രിയം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ
ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ത്രിഭുവനാർച്ചിതം ദേവതാത്മകം ത്രിനയനം പ്രഭും ദിവ്യദേശികം ത്രിദശ പൂജിതം ചിന്തിതപ്രദം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഭവഭയാപഹം ഭാവുകാവഹം ഭുവനമോഹനം ഭൂതിഭൂഷണം ധവളവാഹനം ദിവ്യവാരണം ഹരിഹരാത്മജം ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശ്രീമന്നാരായണ 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 ശ്രീപാദമേ ശരണം ശ്രീമന്നാരായണ 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 ശ്രീപാദമേ ശരണം ശ്രീമന്നാരായണ ശ്രീമന്നാരായണ ശ്രീമന്നാരായണനെ ശ്രീപാദമേ ശരണു ശ്രീമന്നാരായണ ശ്രീമന്നാരായണ ശ്രീമന്നാരായണനെ ശ്രീപാദമേ ശരണു कमल सदी मुख कमल कमल हित कमल प्रिया कमलेक्षण कमल सदी मुख कमल कमल हित कमल प्रिया कमलेक्षण कमल सदी मुख कमल कमल हित कमल प्रिया कमलेक्षण कमल साहित कमल साहित गरुड गमन श्री कमलनाभनी पद कमल में शरण कमल साहित गरुड गमन श्री कमलनाभनी पद कमल में शरण श्रीमन्नारायण 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 श्रीपाद में शरण श्रीमन्नारायण 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 श्रीपाद में शरण परमयोगी जन भागधेय श्री परम पुरुष परात्पर परमयोगी जन भागधेय श्री परम पुरुष परात्पर परमयोगी जन भागधेय श्री परम पुरुष परात्पर
ശരണു ശ്രീമന്നാരായണ ശ്രീമന്നാരായണ ശ്രീമന്നാരായണനെ ശ്രീപാദമേ ശരണു ശ്രീമന്നാരായണ ശ്രീമന്നാരായണ ശ്രീമന്നാരായണനെ ശ്രീപാദമേ ശരണു
गण मन अधिनायक जय हे भारत भाग्य विधाता। पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा। तब शुभ नामे जागे तब शुभ आशीष मांगे।